ഡെൻമാർക്കിൻ്റെ മേൽക്കൂരകളിൽ നിന്ന് ഈ വലിയ ശബ്ദത്തിലുള്ള വാങ്കുവിളി അത് നിരോധിക്കണം, അത് നിരോധിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇപ്പം ഡെൻമാർക്കിലെ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഈ തീരുമാനം എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത്തരത്തിലുള്ളൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്താണ്? അവരിപ്പം പറഞ്ഞിരിക്കുന്നത് കൺസേൺസ് ഓവർ ഇസ്ലാമൈസേഷൻ എന്നാണ്. ഇത് സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടി മാത്രമല്ല, അവിടെ 4 പാർട്ടികൾ കൂടിയിട്ടുള്ള ഒരു കൊളീഷൻ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിട്ടുള്ള പാർട്ടിക്ക് ആകെ 38 സീറ്റേ ഉള്ളൂ. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം, അവർക്ക് കേവലം 21% വോട്ടുകളേ ഉള്ളൂ. 21-22%, അതിൽ താഴെ വോട്ടുകളേ ഉള്ളൂ. അപ്പോൾ അവിടെ ഇത് ആദ്യമായിട്ടല്ല ഈ പരിപാടി നടപ്പിലാക്കുന്നത്. ഇതിനു മുൻപ് തന്നെ ലോക്കൽ ബോഡീസ്, അതായത് പഞ്ചായത്തുകളിൽ ഭൂരിഭാഗം സ്ഥലങ്ങളിലും ഈ പദ്ധതി അവർ നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനു മുമ്പ് ഒരു തവണ നടപ്പിലാക്കിയപ്പോഴൊക്കെ തന്നെ അവിടെ വലിയൊരു ലീഗൽ സിസ്റ്റം ഉണ്ട്. ഭരണഘടന അവർക്ക് ഓഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് മതത്തിലും ആരാധിക്കാനും വർഷിപ്പ് നടത്താനുള്ള സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം ആയതുകൊണ്ട് തന്നെ അവിടെ അത് വീണ്ടും ഇപ്പം ഈ നിയമം പാസ്സാക്കിയാൽ പോലും അത് വലിയൊരു ലീഗൽ സ്ക്രൂട്ടിനിക്ക് അവിടെ വിധേയമാകും എന്നുള്ളത് ഈ വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ എന്ന് പറയുന്നത്, ഞാൻ ഏതാണ്ട് ഒരു 2, 3, 4 കൊല്ലം മുമ്പായിരിക്കും ഞാൻ വീഡിയോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഓർമ്മയിലെടുത്ത് പറയുന്നതാണ്. അന്ന് അവിടെ ഉണ്ടായിരുന്ന ഡെൻമാർക്കിലെ ഭരണാധികാരികൾ, എനിക്കൊണ്ട് ഇവർ തന്നെയായിരുന്നു, പക്ഷേ ആ ഭരണാധികാരികൾ തന്നെ ഈ മുസ്ലിംസ് കൂട്ടമായി താമസിക്കരുത് എന്ന് പറയുന്നൊരു ഓർഡർ ഇറക്കിയിരുന്നു. അതെല്ലാം തന്നെ ഗൗതം പറഞ്ഞ പോലെ ഒരു ഇസ്ലാമൈസേഷൻ ഉണ്ടാകരുത് എന്ന് പറയുന്ന ഭയത്തിൽ നിന്നാണ്. പക്ഷെ ആ ഭയം ഉണ്ടായതിൻ്റെ പിന്നിലുള്ള കാര്യം എന്ന് പറയുന്നത്, അവിടെ ഏതാണ്ട് 2,70,000-ഓളം കുടുംബങ്ങളാണ് മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളത്. ഏതാണ്ട് ഒരു 5% വരുന്ന ആളുകളാണ് ഉള്ളത്. ആ 5% വരുന്ന ആളുകൾ അതേസമയം ഒരു 69%-70%-ഓളം വരുന്ന ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ, അതുപോലെ 1.5% വരുന്ന ബുദ്ധിസ്റ്റ്, അതുപോലെ ഹിന്ദു, ജൂത മതക്കാരായിട്ടുള്ള ആളുകൾ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെയാണ് ഉള്ളത്. അവിടെ നേരത്തെ തന്നെ ഗൗതം അറിയേണ്ടത് ഒരു റൈറ്റ് വിങ് ഐഡിയോളജികളുടെ ഒരു പ്രഷർ അവരുടെ മുകളിലുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം നമ്മൾ ഇത് ശരിക്കും പറഞ്ഞ ഒരു സെൻട്രൽ ലെഫ്റ്റ് എന്ന് വിളിക്കാവുന്ന പാർട്ടികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കടക്കം നിരവധി പ്രഷറുകളുണ്ട്. ആ പ്രഷറിന്റെ പിന്നിൽ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, തീവ്ര നിലപാടുള്ള ചില ഇസ്ലാം മതപ്രഭാഷകരും അവരുടെ കാര്യങ്ങളുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാനിപ്പോൾ ഓർമ്മയിലിനടുത്ത് പറയുന്നതാണ്, അതുകൊണ്ട് പ്രേക്ഷകരാരെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇപ്പം നേരത്തെ ഡെൻമാർക്കിലാണോ സ്വീഡനിലാണോ എന്നറിയില്ല, ഇതുപോലെ വിദേശത്ത് നിന്ന് ഈ മുസ്ലിം മോസ്ക് പണിയാൻ വേണ്ടിയിട്ട് പണം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടാവുകയും ആ പണം തിരിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ഞങ്ങളുടെ കൺട്രികളിൽ നിങ്ങൾക്ക് ഡെൻമാർക്കിൽ തന്നെ ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല എന്ന് പറയുകയും ഒരു കൂട്ടമായിട്ടൊരു സ്ഥലത്ത് താമസിക്കാൻ കഴിയില്ല, ഷാറ്റേഡായി താമസിക്കണമെന്ന് പറയുകയൊക്കെ ചെയ്ത നിലപാടുകളുണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം നോർവേയിലാണെങ്കിലും സ്വീഡനിലാണെങ്കിലും ഈ പറയുന്ന ഡെൻമാർക്കിലാണെങ്കിലും ഇത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് ഐഡിയോളജികൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആ ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പൊളിറ്റിക്സും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ്, ആളുകളെ കൺസോളിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് പറയുമ്പോൾ എനിക്ക് പറയാനൊരു മടിയില്ല. കാരണം ഇതിനോടൊപ്പം തന്നെയോ അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് നിൽക്കുന്ന രീതിയിലോ ഇത് ഈ പറയുന്ന അവിടെ താമസിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മുസ്ലിം സമുദായത്തിനിടക്കോട്ട് നമ്മളൊന്നാണ് എന്ന് പറയുന്ന യൂണിറ്റി ഉണ്ടാക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗൗതം അറിയേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പൊ സാധാരണ ഒരു ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ പോലെയല്ല ഖുറാൻ ഇറ്റ്സെൽഫ് ഈസ് എ പൊളിറ്റിക്കൽ ഡോക്ട്രിൻ ആണ്. എന്ന് പറഞ്ഞാൽ ഖുറാൻ തന്നെ ഒരു രാഷ്ട്രീയ ഐഡിയോളജി കൂടിയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാം ഖുറാൻ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ഐഡിയോളജിയാണ്. അതായത് ദൈവികമായ കാര്യങ്ങളാൽ ഭരിക്കപ്പെടണം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട്. അതൊക്കെ നിരവധി ആളുകൾക്കുണ്ട്. ഇപ്പൊ യഹോവ വിറ്റ്നസ് അവർ വിചാരിക്കുന്നത് ദൈവരാജ്യത്തിന് കീഴിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ അതിർത്തികളില്ലാത്തൊരു ലോകമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി റിജിഡായിട്ടുള്ള ഐഡിയോളജികളുണ്ട്. അത് മുസ്ലിം ബ്രദർഹുഡിന്റെയൊക്കെ ഭാഗമായിട്ട് നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റിയെടുക്കപ്പെടുകയും അവിടെയുള്ള ആളുകളെ ഏകോപിപ്പിക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും കണ്ട് ബാക്കിയുള്ള ആരും ഇത് ഭയപ്പെടുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടി ഇപ്പം നമ്മൾ പണിയെടുക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഉള്ളിൽ ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മതം ഏതാകുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്ലാം മതമായി തീരും. കാരണം ഇപ്പോൾ അതിവേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്ന് പറഞ്ഞ് ഒരു 200 കോടി വരുന്ന ആളുകൾ അവരുണ്ട് എന്നുള്ളത് കൊണ്ടിട്ട് ഇവിടെ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പം സംഭവിക്കാൻ പോകണമെന്നുള്ള പ്രചരണത്തിന് അടിസ്ഥാനമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ ഈ മതമോ അല്ലെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആളുകളുടെ മെന്റാലിറ്റി ഒന്നും സ്റ്റാറ്റിക്കായി നിൽക്കുന്ന ഒരു സാധനമേ അല്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ ഇറാനിൽ
ഭൂരിപക്ഷം അവരാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ആയിട്ടുള്ള അലി ഖൊമേനിയെയും അല്ലെങ്കിൽ മതഭരണകൂടത്തെ അവർ ഇഷ്ടപ്പെടുന്നുണ്ട്. സാർ പറഞ്ഞു വരുന്നത് ഈ മുസ്ലിം ബ്രദർഹുഡിനെ പേടിക്കണ്ട, മുസ്ലിം ബ്രദർഹുഡിനെ പേടിക്കണം. പക്ഷെ ആ മുസ്ലിം ബ്രദർഹുഡിന്റെ കാര്യം കാണിച്ചുകൊണ്ട് മൊത്തത്തിൽ ഈ പറയുന്ന മുസ്ലിം സമുദായത്തിനെതിരെയുള്ള ഒരു വിദ്വേഷം ഉണ്ടാക്കി തൊട്ടിപ്പുറത്തുള്ള ആളുകളെ യോജിപ്പിക്കാനുള്ള ഒരു പണിയാണ് മഹാഭൂരിപക്ഷം പേരും എടുക്കുന്നത്. സിമ്പിളാണ്, അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായിട്ടുള്ള ഹസൻ അൽ ബന്നയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇറ്റ് ഈസ് ദ നേച്ചർ ഓഫ് ഇസ്ലാം ടു ഡോമിനേറ്റ്, നോട്ട് ടു ബി ഡോമിനേറ്റഡ്. അതായത് വേൾഡ് മൊത്തം നമ്മുടെ കീഴിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനെ ഭയപ്പെടണം. ഇത് തന്നെയാണ് ഹിറ്റ്ലറും പറഞ്ഞത്. ആര്യരക്തം വളരെ ശുദ്ധരക്തമാണെന്നും നമ്മൾ എന്ത് ചെയ്യണമെന്നും നമ്മൾ ഭരിക്കേണ്ടവരാണെന്നുമാണ്. ഇത് തന്നെയാണ് ഇവിടെ ക്ഷത്രിയരുടെ കാര്യത്തിൽ പറയുന്നത്. അതെന്താ നിങ്ങൾ പറയാ? തീർച്ചയായിട്ടും അത് എതിർക്കണം, അത് എതിർക്കണം. അല്ല, ഇതിനെക്കുറിച്ച് ചോദിച്ചു. ഇതിനെക്കുറിച്ച് അല്ല, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ല, നിങ്ങൾ അതിനെ എതിർക്കണം. തീർച്ചയായിട്ടും എല്ലാ ഈ പറയുന്ന ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടെ ഭയങ്കര ഡയലോഗ് ഇട്ടുകൊണ്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ഡെൻമാർക്കിൽ ഇത്തരം പ്രശ്നമില്ല. ഇന്ത്യയിൽ ഇപ്പോഴും ഈ പറയുന്ന പോലെ ദളിതരും ആദിവാസികളും ഗോത്രവർഗക്കാരും എന്ത് ചെയ്യുവാണ്? പീഡിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ യഥാർത്ഥത്തിൽ നമുക്കൊരു ശത്രുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് 5% വരുന്ന 2,70,000 വരുന്ന മുസ്ലിം സമുദായം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പുറത്തൊരു കൺസോൾട്ടേഷൻ ഉണ്ടാക്കാനുള്ള വ്യാപകമായിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. അതിലൊരു 10,000 പേർ അല്ലെങ്കിൽ 20,000 പേർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഐഡിയോളജി ഉള്ളവരാണെങ്കിൽ അവർ എതിർക്കപ്പെടണം. പക്ഷെ അവരെതിർക്കപ്പെടുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള മീറ്റർ പിടിച്ചില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഈ 2,70,000 പേരെയും കൂടി നിങ്ങൾ അപ്പുറത്തേക്ക് തള്ളിവിടുന്നതാണ് സാറിന്റെ പോയിന്റ്. എതിർക്കണം, പക്ഷെ കൃത്യമായി മീറ്റർ പിടിക്കണം. അത് മീറ്റർ പിടിക്കണം തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ ഇവിടെ നിന്നിട്ട് നമ്മളെ കുറെ പ്രഗത്ഭരായിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അവരെതിർക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർഡർ ഓഫ് പാകിസ്ഥാനിലേക്ക് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യരുത്. മനസ്സിലായി? ഓർഡർ ഓഫ് പാകിസ്ഥാനിലേക്ക് എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യരുത്. മനസ്സിലായി? ബംഗ്ലാദേശികളിൽ കൂടെ നുഴഞ്ഞു കയറുന്നു, ഹിന്ദുക്കൾക്ക് പ്രശ്നമാകുമെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യരുത്. പകരം അവിടെ നിന്ന് ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രൻസ് ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കപ്പെട്ട അതിന് കുഴപ്പമില്ല. പിന്നെ ഇതേപോലെ തന്നെ ഗൗതം അറിയേണ്ടത് വൈറ്റ്സ് താമസിക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ അവർ പിടിച്ചുപറിക്കാരും വൃത്തികെട്ടവന്മാരും ആണെന്ന് പറയുന്ന ധാരണയും പരത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ലോകത്തുള്ളതാണ്. ഇതിന്റെ എല്ലാ പുറകിലുള്ളത് അധികാരം നേടാനുള്ള രാഷ്ട്രീയം മാത്രമാണ്. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളെ ഇലോൺ മസ്ക് ഒരു കാര്യം പറഞ്ഞു. ഈ മാഞ്ചസ്റ്റർ സിറ്റി, ഇത് മാഞ്ചസ്റ്റർ ആണെന്ന് വിശ്വസിക്കാനാവുന്നില്ല. അത് ഈ മുഹറം ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ ഈ ഷിയ കമ്മ്യൂണിറ്റി നടത്തിയ ഒരു പ്രകടനം. കുറേ സ്ത്രീകൾ ഈ കറുത്ത വസ്ത്രം, ഹിജബും ബുർഖയൊക്കെ ധരിച്ചുകൊണ്ട് ഉള്ളൊരു പ്രാർത്ഥന പോലുള്ള സംഭവം. അപ്പോൾ ഇത്തരം ഭീതികൾ യൂറോപ്പ് മുഴുവൻ പ്രചരിക്കുകയാണ്. ഇപ്പം മീഡിയ വണ്ണിൽ ആ ഒരു വാർത്ത ഒരു കാർഡായിട്ട് ഇറക്കിയപ്പോൾ അതിൻ്റെ താഴത്ത് വന്നൊരു രസകരമായിട്ടുള്ളൊരു കമൻ്റ് ആട്ടോ. അത് എഴുതിയിരിക്കുന്നത് ഇൻഷാദ് ബിൻ ഇബ്രാഹിമാണ്, ഒറിജിനൽ അക്കൗണ്ടാണ്. പ്രകാശത്തെ തടഞ്ഞു നിർത്താനാകില്ലല്ലോ, പ്രകാശം എല്ലാ അതിർവരമ്പുകളും ഭേദിച്ചുകൊണ്ട് തിരുനാളമെങ്കിലും വസ്തുവിനെ തലോടാതിരിക്കില്ല. ഇങ്ങനെയുള്ള കുറേയധികം, അതായത് എല്ലാ സ്ഥലത്തും ഇസ്ലാം എത്തിപ്പെടുന്ന ഒരു കാലം ഉണ്ടാകും എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പൊ ഇതിനെ യൂറോപ്പ് ഭയപ്പെടുകയാണ്. ഒരുപാട് പേരില്ലെന്നേ, കുറച്ച് പേരുണ്ട്. താങ്കൾ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു. അതിന്റെ ആദ്യം മുതൽ ഒരുപാട് പേര് എന്ന് പറയുന്നത്, അപ്പൊ ആ എഴുതിയ കമന്റിൽ കിട്ടിയിരിക്കുന്ന ലൈക്ക് എത്രയാണ്? 382ആണ്. 380 അതിനെ അനുകൂലിക്കുന്ന 382 കേരളത്തിലുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ പിൻവലിച്ചു. കാരണം എന്താ വെച്ചാൽ 382 പേര് ഈ 10-80 ലക്ഷത്തോളം മുസ്ലിംസ് ഉള്ളതിൽ 352 പേരിലെ പിന്നെ ഭൂരിപക്ഷമാണ്. അതിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിന് ഭൂരിപക്ഷമുണ്ട്. കേരളത്തിൽ 81 ലക്ഷം വോട്ടാണ് പിണറായി കിട്ടിയത്. പക്ഷെ പുള്ളിക്ക് അതിനേക്കാൾ കൂടുതൽ വോട്ടുണ്ട്. നിങ്ങളുടെ ഈ മണ്ടത്തരമൊക്കെ ഇരുന്ന് പറയാനായിട്ട് എന്ത് ചെയ്യില്ല, എന്നെ വിളിക്കല്ലേ എന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഇരിക്കുള്ളൂ. പിന്നെ നിങ്ങൾ എലോൺ മസ്ക് ആരാണെന്ന് പഠിക്കണം. എലോൺ മസ്ക് എന്താണ് അമേരിക്കയിൽ ചെയ്തുകൊണ്ടിരുന്നത്? അമേരിക്കയിൽ അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താണ് അദ്ദേഹം ഡൊണാൾഡ് ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം എന്താ? റേസിസ്റ്റ് ആണ്. അപ്പൊ അയാളെ പോലെ ആൾക്ക് ഭീതി അവകാശമുള്ളത് പറഞ്ഞോട്ടെ നിങ്ങൾ അങ്ങനെ ചാടല്ലേ, ഞാൻ പറയട്ടെ. അങ്ങനെ അയാളെ പോലൊരാള്, അയാൾക്ക് വ്യക്തമായിട്ടുള്ള ബിസിനസ് അജണ്ടകളുള്ള ഒരാളാണ്. അയാളെ സംബന്ധിച്ച് പണം മാത്രമാണ് ഏക പ്രശ്നം. ആ പണത്തിന്റെ പുറത്ത് അയാൾ എടുക്കുന്ന ഒരു നിലപാടിനെ യൂറോപ്പിലെ ഭീതിയായിട്ടൊന്നും നിങ്ങൾ കാണരുത്. ഈ ഇവിടെ രാഷ്ട്രീയക്കാർ ഇപ്പൊ തന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡെൻമാർക്കിന്റെ വിഷയം എന്താ? ഡെൻമാർക്കിൽ ഇപ്പൊ പ്രധാനമന്ത്രിയായിട്ടുള്ള മെറ്റെ ഫ്രെഡറിക്സൺ യഥാർത്ഥത്തിൽ കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ വോട്ട് കുറവാണ് അവർ നേടിയേക്കുന്നത്. എന്ന് പറഞ്ഞാൽ 21% വോട്ടുകളിലേക്കായി പോയി. 1903 സ്കോറിലേക്ക് അവരെത്തിപ്പോയി. അപ്പൊ അതെല്ലാം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം പിന്നിൽ യഥാർത്ഥത്തിലുള്ള ഭയമല്ല, രാഷ്ട്രീയക്കാരുടെ ഭയം അഭിനയിക്കൽ കൂടിയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. പിന്നെ ഒരു കാര്യം, ഞാനിവിടെ കേരളത്തിലിരുന്ന് പോപ്പുലർ ഫ്രണ്ടിനെയും ജമാഅത്തെ ഇസ്ലാമിയെയും ഒക്കെ ഞാൻ എതിർത്തിട്ടുള്ള ഒരാളാണ്. അത്തരം ഐഡിയോളജികളെ എതിർക്കുമ്പോൾ തന്നെ
പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഇതെല്ലാം എതിരെയുള്ള ഒരു വെറുപ്പാണ് അല്ലെങ്കിൽ എതിർപ്പാണ് എന്നുള്ളത് ചിത്രീകരിക്കാൻ ശ്രമിക്കരുത്. അത് ബോധപൂർവം ശ്രമിക്കുന്ന ഒരാളാണ് നേരത്തെ പറഞ്ഞ ഇയാളടക്കം. ആര്? ഈ പറയുന്ന നമ്മുടെ മറ്റേ എലോൺ മസ്ക് അടക്കമുള്ള ആളുകൾ അതാണ്. അതുകൊണ്ട് അവരെ ഒന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് ഭയങ്കരമായി പറയരുത്. പിന്നെ താങ്കളെ പോലെയുള്ള ആളുകളും ഈ നാട്ടിലിരുന്ന് ഇപ്പൊ തന്നെ താങ്കൾ പറഞ്ഞത് അതിന് നിരവധി ലൈക്കുകൾ കിട്ടിയിട്ട് ഒരുപാട് പേർ അവരെ പിന്തുണക്കുന്നുണ്ട്. എൻ്റെ പൊന്നു സുഹൃത്തെ, അങ്ങനെ പിന്തുണക്കുന്ന ആളുകളാകെ 300 പേര് പോലും ഇല്ലെന്ന് നമുക്ക് വ്യക്തമായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. എന്താണ്? ഇവിടെ PFIക്കാരെ നിരോധിച്ചപ്പോൾ ഇവിടെ വല്ല പ്രശ്നം ഉണ്ടായ? ഒരു കുഴപ്പമുണ്ടായില്ല. ഇവിടെ ഏതെങ്കിലും ഒരു മുസൽമാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സമുദായത്തിലുള്ള ആൾക്ക് ഒരു വിഷമം പോലും തോന്നിയ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഈ പറഞ്ഞ പോലെ അതിന്റെ ഈ പറഞ്ഞ പോലെ പള്ളിയിലെ പൂജാരി എന്ത് ചെയ്തു? അതിനെതിരെ പ്രതിഷേധം പ്രകടിപ്പിച്ചു? ഒരു സാധനം ഉണ്ടായില്ലല്ലോ. അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ ഹസനുൽ ബന്നയും അതുപോലെയുള്ള ആളുകളെയും ഒക്കെ ആരാധിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയെ പോലെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ആ ആളുകൾക്ക് പിന്തുണ ഏറിയും വരികയാണ്. ഏറി വരുന്നതിന്റെ കാരണം അവരുടെ ഈ പറഞ്ഞ പോലെ അരക്ഷിതത്വം വർദ്ധിപ്പിക്കുന്ന പരിപാടികൾ ഇപ്പുറത്തെ സൈഡിലൂടെ ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ നാടിനെ കുട്ടിച്ചോറാക്കാൻ ശ്രമിക്കരുത്. അതിന് ഡെൻമാർക്കിലെയും ബാക്കിയുള്ള സ്ഥലങ്ങളിലെയും ഈ പറഞ്ഞ പോലെ പരിപാടി എടുത്തുകൊണ്ട് വരരുത്. ഡെൻമാർക്കിൽ നേരത്തെ ഞാൻ പറയട്ടെ, പലസ്തീനിൽ നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ചിട്ട് സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ഡെൻമാർക്കിൽ നടക്കുന്ന ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തുകൂടാ? ചർച്ച ചെയ്യാന്ന് അതിന് കുഴപ്പമില്ല. ചർച്ച ചെയ്യണതിനൊന്നും കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു. ഇപ്പൊ താങ്കൾ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഡെൻമാർക്ക് ചർച്ച ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിയെന്ന് പറഞ്ഞിട്ടല്ലേ ഇരുന്നു. ഇപ്പം പറഞ്ഞ ഞാൻ അതിന്റെ കാര്യം എന്താ വെച്ചാൽ അത് ചർച്ച പിടിക്കണം. ചർച്ച അല്ല, മീറ്റർ പിടിക്കണമെന്നല്ല, ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ വസ്തുതകൾ കാണണം. ഇപ്പൊ ഡെൻമാർക്കിൽ തന്നെ 2,70,000 പേരുണ്ട്. എത്ര പേരാണ് അവിടെ ഈ തീവ്ര നിലപാടുള്ള? ഞാൻ ഗൗതത്തിനോട് പറയുന്നു 10,000 പോലും ഉണ്ടാവില്ല. അവിടെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകൾ 70% ഉണ്ട്. അതിൽ 20% ആളുകൾ പോലും യഥാർത്ഥത്തിൽ ഡേ ടു ഡേ ലൈഫിൽ മതം ഒരു പ്രശ്നമല്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവരെ പോലും ഇത് പ്രശ്നമാക്കി മാറ്റിക്കൊണ്ട് തങ്ങളുടെ ഒപ്പം നിൽക്കാനുള്ള പരിപാടിയാണ് ഇവരെടുക്കുന്ന ഈ തീരുമാനം. അതായത് ഈ വലിയ ഉച്ചത്തില് ബാങ്ക് വിളിക്കണ്ട എന്നുള്ളതായിരിക്കുമല്ലോ. ഇത് പേഴ്സണലായിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും ചെയ്തു എന്നുള്ളതാണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇസ്ലാം വിരുദ്ധമാണോ? ഇസ്ലാം വിരുദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ലല്ലോ. ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രാജ്യത്ത് നടപ്പാക്കിയാലും കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ പ്രധാനപ്പെട്ടൊരു കാര്യം, നിങ്ങളുടെ ഇതിൻ്റെയൊക്കെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഓക്കെ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാവുന്നു അതുകൊണ്ട് ഇത് നിർത്തലാക്കുന്നു എന്നാണ് പറയുന്നതെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? അമ്പലത്തിൽ നിന്നുള്ള പാട്ടും എന്ത് ചെയ്യണം? കാരണം കുറെ പേര് ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. എന്ത് ചെയ്യേണ്ട? വേണ്ട, നിങ്ങൾ വീടിനകത്ത് വെച്ചു പറഞ്ഞാൽ. അപ്പൊ അതുപോലെ നിങ്ങളൊരു നിയമം കൊണ്ടുവന്നാൽ നമ്മളതിനെ സ്വാഗതം ചെയ്യും. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ മതപരമായിട്ടുള്ള ഒരു പ്രകടനം ഇവിടെ വേണ്ട എന്നങ്ങാണ്ട് തീരുമാനിച്ചാൽ തീരാവുന്ന ഈ പ്രശ്നങ്ങളെല്ലാം അത് ആരെങ്കിലും ചെയ്യൂ? നിങ്ങളത് ചെയ്യാതെ എന്ത് ചെയ്യും? അത് കണ്ട ഇതിനെ പേടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഗൗതത്തിനോട് സിമ്പിളായിട്ടൊരു കാര്യം ചെയ്യട്ടെ. ബംഗ്ലാദേശികൾ അവിടെ നിന്ന് നുഴഞ്ഞു കയറുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇന്ത്യ ഗവൺമെന്റ് എന്താണ് മറ്റേ തെക്കോട്ട് നോക്കിയിരിക്കുന്നത്? അതായത് സാറ് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഹിന്ദുത്വത്തെ പേടിക്കുന്നത് പോലെ തന്നെ ഇസ്ലാമൈസേഷനെ പേടിക്കണം എന്നാണോ? ഇസ്ലാമൈസേഷനെ പേടിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു മതവും വളരുന്നതിന് എനിക്കൊരു പേടിയില്ല. ഞാൻ 70 വയസ്സ് കഴിയുമ്പോൾ തട്ടിപ്പോകുന്ന എനിക്ക് നല്ല ബോധമുള്ള ഒരാളാണ്. ഞാൻ ഇവിടെ നിന്ന് ഈ ഹിന്ദുത്വയും ഇസ്ലാമൈസേഷനും തമ്മിൽ എന്താ അതിന്റെ സിമിലാരിറ്റി? എന്താ ഹിന്ദുത്വയും ഇസ്ലാമൈസേഷൻ തമ്മിൽ വ്യത്യാസമുണ്ട് ഗൗതം. ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്ന ഒരു മതത്തിന്റെ ഈ പറയുന്ന പോലെ ഇസ്ലാമൈസേഷൻ ആ ഒരു കൾച്ചർ ബാക്കിയുള്ളവർ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അതെങ്ങനെ അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതെങ്ങനെ അഡോപ്റ്റ് ചെയ്ത ആളുകൾ ഇഷ്ടത്തോടെ അഡോപ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ രണ്ടാമത്തെ പ്രശ്നം പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അപകടകാര്യമായിട്ടുള്ള കാര്യമാണ്. അതുമായിട്ട് മാത്രമേ നമുക്ക് ഹിന്ദുത്വത്തെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായ? അതായത് സാർ പറഞ്ഞത് ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്നത് ആളുകളെ അഡോപ്റ്റ് ചെയ്യുന്നതാണ്. അല്ല, ഇപ്പൊ നാളെ ഒരാൾ പറയാണ് ഒരു ഹിന്ദുത്വ കൾച്ചർ എന്തോരം കമ്മ്യൂണിറ്റികൾ ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. നമ്മളൊരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അഡോപ്ഷൻ വരുമെന്നേ. ഇപ്പൊ കേക്ക് മേടിച്ച് മുറിക്കുന്നില്ലേ? എന്നാണ് കേക്ക് ഉണ്ടായത്? ആരാണ് ഈ കേക്ക് കൊണ്ടുവരുന്നത്? മനസ്സിലായോ? പായസം ഉണ്ടാക്കുന്നതിന് വരെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ശീലം ഉണ്ടായി. നേരെ തിരിച്ച് ജാതകം നോക്കുന്ന ശീലം അങ്ങോട്ടും ഉണ്ടായി. അത് അങ്ങേറ്റ തെറ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇത്തരത്തിൽ കൾച്ചറൽ ആയിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ എല്ലാ രാജ്യത്തും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവുന്നുണ്ട്. ഇനി ഗൗതം വിചാരിക്കുന്ന പോലെ 200 കോടിയോളം വരുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ മുസ്ലിം രാഷ്ട്രമൊന്നും ആവില്ല. അതിനകത്ത് നിരവധി സ്പ്ലിറ്റുകളുണ്ട്. അവിടെ ഇസ്ലാമിക രാജ്യങ്ങളിലെല്ലാം തന്നെ വലിയ പ്രശ്നങ്ങൾ നടക്കാണ്. ഇറാനിൽ നടക്കാണ്, ഇറാഖിൽ നടക്കാണ്, സൗദി അറേബ്യയിൽ നടക്കാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ നടക്കാണ്. ഇതൊന്നും സ്റ്റാറ്റിക്കായി ഇങ്ങനെയൊന്നും നിൽക്കില്ല. ഇനി നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും വെറുതെ വേവലാതി ഒരുപാട് പോകേണ്ട ആവശ്യമില്ല. പക്ഷേ ഒരു കാര്യം പറയാം, തീവ്ര നിലപാടുകാർ അത് ഏത് മതത്തിൽ നിന്നവരായാലും അവരെ പുറന്നു കാണിക്കാനും അവരെ പൊളിച്ചെടുക്കാനും അവരെ തകർക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. അതിലൊന്നാണ് പൊളിറ്റിക്കൽ ഇസ്ലാം.
അതിലൊന്നാണ് മുസ്ലിം ബ്രദർഹുഡ്. അതിന്റെ ഭാഗമായിട്ടാണ് ജമാഅത്തെ ഇസ്ലാമി ഇവിടെ എന്ത് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന മറ്റ് ഇസ്ലാമിന്റെ ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ എന്ന് എഴുതി വെക്കുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. സ്വാഭാവികം അത് എതിർക്കപ്പെടണം. അത് എതിർക്കപ്പെടണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പക്ഷെ അതിനെ കാണിച്ചുകൊണ്ട് ഒരു മതസമൂഹത്തെ അങ്ങനെ തന്നെ അന്യവൽക്കരിക്കുകയും അവരെല്ലാം ഇത്തരത്തിലുള്ള ആളുകളാണെന്ന് പറയുകയും നമ്മളെ ഹിന്ദുത്വത്തിനെതിരെ സംസാരിക്കുമ്പം അതെല്ലാം ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ്, വലിയ തെറ്റാണ്. അതുപോലെ തന്നെയാണ് ഇതും. അതെ, അത്രേ ഉള്ളൂ. പിന്നെ ഡെൻമാർക്കിനെ സംബന്ധിച്ചോളം ഇത് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന കാര്യമാണ്. അവരോട് ഒരുമിച്ച് താമസിക്കരുതെന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോഴും ഗൗതം അറിയേണ്ടത് നിരവധി മുനിസിപ്പാലിറ്റികൾ അതുപോലെ തന്നെയുള്ള അവിടെയുള്ള ലോക്കൽ ബോഡികളിലൊക്കെ തന്നെ ഇത് നടപ്പിൽ വരുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഇതിപ്പോ നിയമമാക്കി ഗവൺമെന്റ് കൊണ്ടുവന്നാൽ പോലും ഇത് വലിയ തോതിലുള്ള ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകാൻ പോകുന്ന ഒരു കാര്യമാണ്. അല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. ഇത്തരത്തിൽ മതപരമായ ഭിന്നതകൾ ലോകത്ത് മുഴുവൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം റൈറ്റ് വിങ് ഐഡിയോളജികളുള്ള പാർട്ടികൾക്ക് വലിയ ഭൂരിപക്ഷം സ്വാധീനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും 2026 ഡെൻമാർക്കിലെ തെരഞ്ഞെടുപ്പിൽ പോലും 77 വോട്ടുകൾ കിട്ടിയത്, 77 സീറ്റുകൾ കിട്ടിയത് റൈറ്റ് വിങ് പാർട്ടികൾക്കാണ്. ഇപ്പം ലെഫ്റ്റ് വിങ്ങിന്റെ ഒക്കെ ഒരു പിന്തുണയോട് കൂടിയിട്ടാണ് ആയത്തുള്ള അലി ഖൊമേനി അധികാരത്തിലേക്ക് വന്നത്. പിന്നീട് ലെഫ്റ്റിന് എന്ത് പറ്റി ഇറാനില്? അതില് മറ്റൊരു ടോപ്പിക്കാണ്, വേണമെങ്കിൽ ചർച്ച ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. റൈറ്റ് വിങ്ങിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ലെഫ്റ്റ് വിങ് എന്തുകൊണ്ട് അവരുടെ ഒപ്പം നിന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ട് അവരുടെ ഒപ്പം നിന്ന്, എന്തുകൊണ്ട് ആ സർക്കാരിനെതിരെയുള്ള അവരുടെ അനീതിക്കെതിരെ നിങ്ങൾ ഒരു കാര്യം അങ്ങോട്ട് മനസ്സിലാക്കിക്കോ. ഞാൻ ചോദിച്ചത് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നാളെ ചൈന ഇന്ത്യ ആക്രമിക്കുന്നു, പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ BJP-യോടൊപ്പം നിൽക്കും. കാരണം എന്താ? അത്രേ ഉള്ളൂ, സിമ്പിളാണ്. പിന്നീട് ലെഫ്റ്റ് ഇല്ലാതായി പോയി, ലെഫ്റ്റിനെ അവർ വേട്ടയാടി. അത് അങ്ങനെ തന്നെയാണ് സുഹൃത്തെ. അവര് റൈറ്റ് വിങ് ആണ്. അത് അങ്ങനെയാണ് സുഹൃത്തെ. അതല്ല, നിങ്ങൾ നാളെ ലോകത്തുള്ള ഏത് പൊളിറ്റിക്സ് എടുത്താലും അത് അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ റഷ്യ ഒരിടക്ക് എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ നോൺ അറ്റാക്ക് ട്രീറ്റി ഉണ്ടാക്കി എന്ന് പറയുന്നില്ലേ? അതിന്റെ യാഥാർത്ഥ്യം ഇതാണ്. സാറ് പറഞ്ഞത് തീർച്ചയായിട്ടും ശരിയാണ്. നമ്മൾ ഇതിനെതിരെ എതിർക്കുമ്പം മുസ്ലിങ്ങൾക്കെതിരെയാണ് ഇത് എന്ന് പ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഹിന്ദുത്വത്തെ നമ്മൾ എതിർക്കുമ്പം ഹിന്ദുക്കൾക്കെതിരെയാണ് എന്നുള്ള പ്രചരണം നടത്തുന്നുണ്ട്, തെറ്റാണ്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് താലിബാനിൽ നിന്നുള്ള ഒരു സ്ത്രീയെ മുട്ടുകുത്തി എത്തിച്ച് ചാട്ടവാറുകൊണ്ട് അടിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അതുപോലെയല്ല, ഇത് അതിലും വലിയ അപകടകരമായിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് അദ്ദേഹം മുമ്പോട്ട് വെക്കുന്നത്. അതൊന്ന് കേൾപ്പിക്കാം. Islam will enter every house. We have to be a part of that change and never ever apologize. We're unapologetic. Never ever compromise. We're uncompromising. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ പോലും ശബ്ദം ഉയർത്തേണ്ടതല്ലേ? കാരണം സാറ് പറഞ്ഞ പോലെ ഒരു സമുദായത്തെ മുഴുവൻ ഇയാള് മോശമായ ഒരു രീതിയിൽ ചിത്രീകരിക്കുകയാണ്. തീർച്ചയായിട്ടും ഗൗതം പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിനകത്ത് നിന്ന് അതിനെതിരെയുള്ള ശബ്ദമൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഗൗതം പറഞ്ഞൊരു ഫാക്റ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ പലപ്പോഴും ഇപ്പോൾ ഹിന്ദു സമുദായത്തിൽ നിന്നോ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നോ ഉള്ള അത്രയും വലിയ എതിർപ്പുകൾ അവർക്ക് നേരിടേണ്ടി വരുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ ഗൗതം? അതിൻ്റെ കാരണം ആ കമ്മ്യൂണിറ്റിയുടെ നിരവധി പ്രത്യേകതകൾ കൂടി കൊണ്ടാണ്. മനസ്സിലായി? ഒന്ന്. രണ്ടാമത്തത് അവരിവിടെ ഡെവലപ്ഡ് അല്ലാത്തതോടു കൂടിയാണ്. ഞാൻ ഗൗതത്തോട് തിരിച്ചൊരു കാര്യം പറയട്ടെ. എൻ്റെ ഓഫീസിൽ ഒരു പെൺകൊച്ചു വർക്ക് ചെയ്യുന്നു. 29 വയസ്സായിട്ട് കല്യാണം കഴിച്ചിരുന്നില്ല. മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ സാധാരണ നേരത്തെ കല്യാണം കഴിക്കില്ലേ എന്ന് എൻ്റെ ഓഫീസിലുള്ള ഒരാൾ പുള്ളിക്കാരുടെ അടുത്ത് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നൊരു കാര്യമുണ്ട്. അതൊക്കെ ലോവർ ലെവൽ ആളുകളാണ്, അല്ലാതെ ഞങ്ങളൊക്കെ കുറച്ചുകൂടി സാമ്പത്തികമുള്ള ആളുകളാണ്, അവരങ്ങനെ എന്ത് ചെയ്യില്ല എന്നാണ്. അപ്പൊ അത്തരത്തില് സാമ്പത്തികമുള്ള കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയായി അവർ ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ മാറിയിട്ടില്ല. മാറുമ്പോൾ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവരെ അങ്ങനെ മാറ്റേണ്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്, മാറ്റേണ്ടത് രാഷ്ട്രീയ ഭരണകൂടങ്ങളാണ്. ഇപ്പൊ നിങ്ങൾ അറിയേണ്ടത് 4.4 ഫെർട്ടിലിറ്റി റേറ്റ് ഉണ്ടായിരുന്നവർ ഇപ്പൊ 2.6 കേരളത്തിലൊക്കെ വന്നത് അവർ ഡെവലപ്പ് ആയതുകൊണ്ടാണ്. അവർ എല്ലുമുറിയെ പണിയെടുത്ത് പാവങ്ങൾ എന്ത് ചെയ്തുകൊണ്ടാണ് പുറത്തുപോയി ജീവിച്ചു. സാറ് പറഞ്ഞത് ഇതിനെ എതിർക്കാൻ പറ്റാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസം ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വീഡിയോ കാണിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ തെറ്റാണ്, ഇത് പ്രചരിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളല്ലേ മുമ്പോട്ട് വരേണ്ടത് അവരെ പഠിപ്പിക്കാനായിട്ട്. രാഷ്ട്രീയ പാർട്ടികൾ തരാതരം പോലെ പലപ്പോഴും ഈ പറയുന്ന അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിലപാടെടുത്തിട്ടുള്ളൂ. അതിപ്പോ ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ട്? RSSന്റെ സഹായം തേടിയിട്ടുണ്ട്. കാരണം എന്താ? RSS എന്തായാലും ചെറിയൊരു പാർട്ടിയാണ്. അപ്പൊ RSSന് വോട്ട് കൂടി കിട്ടിയാൽ കൊള്ളാന്ന് അവര്
വിചാരിക്കും. കാരണം ഇലക്ട്രൽ പൊളിറ്റിക്സിലുള്ള വലിയൊരു പരാധീനതയാണത്. അല്ലെങ്കിൽ തുറന്ന് ഗൗതത്തോട് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം അതാണ്. കാരണം നിങ്ങൾക്കൊരു 10,000 പേരെ സ്വാധീനിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുമായിട്ട് ചിലപ്പോൾ നിങ്ങൾ എൻ്റെ ഏറ്റവും വലിയ ഈവിളായിരിക്കും, എനിക്കറിയായിരിക്കും നിങ്ങൾ പ്രശ്നക്കാരാണെന്ന്, പക്ഷേ ഞാൻ താൽക്കാലികമായിട്ടുള്ളൊരു സന്ധി ജയിലിൽ എത്തിച്ചേരും. അങ്ങനെ നിരവധി പേര് എത്തിയിട്ടില്ല. ഇപ്പൊ കേരളത്തിൽ കോൺഗ്രസ് എത്തിയില്ലേ, ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടായില്ലേ, അവർക്ക് മതരാഷ്ട്രവാദം ഇല്ലെന്ന് പറഞ്ഞില്ല, അത് എതിർക്കാത്തത്. അപ്പൊ ഇത്തരത്തിലുള്ള സന്ധി ചേരലുകൾ ഈ പറയുന്ന പോലെ ജനാധിപത്യത്തിൽ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സ് ഉള്ളതുകൊണ്ട് ഈ ജനാധിപത്യത്തിന്റെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ, സത്യത്തിൽ രാജഭരണമാണെങ്കിൽ അയാളുടെ തീരുമാനം അങ്ങോട്ട് അംഗീകരിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ ഏറ്റവും വലിയ ദോഷം എന്താ വെച്ചാൽ, ജനങ്ങളെ എങ്ങനെ ഭിന്നിപ്പിക്കാമെന്നും എങ്ങനെ വിഭജിപ്പിക്കാമെന്നും എങ്ങനെ ഇപ്പൊ ഈ പുള്ളി ഇരുന്ന് സംസാരിക്കുന്നത് എന്താ, ഇതുപോലെയുള്ള നിരവധി ആളുകൾ അവരുടെ വയറ്റിപ്പഴപ്പാണ്. ഇത് ഹസനൻ ബല്ലന്റെ മൈൻഡ് സെറ്റ്. അവരെ എല്ലാം വയറ്റിപ്പഴപ്പം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു 10,000 പേരെ കൂട്ടിച്ചേർത്തിട്ട് എന്ത് ചെയ്യും, അവരെ ഭരണത്തിന്റെ ഐഡിയോളജി പ്രചരിപ്പിക്കുക. എന്നിട്ട് അല്ല, ഐഡിയോളജി പ്രചരിപ്പിക്കുക 70 കൊല്ലം ജീവിക്കുമ്പോൾ എന്ത് ചെയ്യുക, ഈ ഐഡിയോളജി പ്രചരിപ്പിച്ച് മാത്രം പുട്ടടിക്കുക, വേറെ ഇതിന്റെ കാര്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം എന്ന് പറയുന്നത്, ജനാധിപത്യത്തിന്റെ കുഴപ്പം ഇതുപോലെയുള്ള ആളുകൾ എല്ലാവരുമായിട്ട് പലപ്പോഴും സന്ധി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് ഉണ്ടാവും. അതിനെ ചെറുക്കാനുള്ള ഉത്തരവാദിത്തമാണ് മാധ്യമങ്ങൾക്കുള്ളത് എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, ചെയ്യുന്നത് അത്രേ ഉള്ളു. പിന്നെ ഓക്കെ, ചിലപ്പോ വിഷം വിറ്റില്ലെങ്കിൽ ആളുകൾ ചിലപ്പോൾ കൂടുതൽ ചിലപ്പോൾ മേടിക്കൂല, ചിലപ്പോൾ കൺസ്യൂം ചെയ്യില്ല എന്നൊക്കെ വിചാരിക്കാം. പക്ഷെ എങ്കിൽ പോലും അടുത്ത തലമുറക്ക് വേണ്ടി ആകെ ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ഒരു കാര്യം ഞാൻ ഇത് പറഞ്ഞപ്പോഴാ സോഷ്യൽ മീഡിയയിൽ മറ്റൊരു വീഡിയോ കൂടി പ്രചരിക്കുന്നുണ്ട്. അത് സ്വീഡനിൽ നിന്നുള്ള വീഡിയോ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വേണമെങ്കിൽ അത് കാണിക്കാം. അതൊരു സ്ത്രീയാണ്. ഒരു സ്ത്രീ എന്താണ് ഖുറാൻ കത്തിക്കുന്നു. കയ്യിലുള്ളത് കുരിശാണ്. കുരിശ് കാണിച്ചുകൊണ്ട് ഖുറാൻ കത്തിക്കുകയാണ്. ഗൗതം, ഇതിനു മുമ്പ് 3 കൊല്ലത്തിന് മുമ്പ് 4 കൊല്ലത്തിന് മുമ്പൊക്കെ ഇതേ സീനുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെയൊക്കെ പിന്നിൽ വലിയ കൃത്യമായിട്ടുള്ള ഈ 10 സംഭവം നടക്കുമ്പോൾ അതിൽ 3 മാത്രമേ ഗൗതം അറിയേണ്ടത് വളരെ അവരാൽ സ്വയം പ്രചോദിതരായി നടക്കുന്നുള്ളൂ. അല്ല ബദർത്, ബാക്കിയുള്ള കേസുകളിലല്ല. 3 കൊല്ലം മുമ്പ് ഇതേ വീഡിയോ ഒരാണ് ചെയ്യുന്നത് ഞാൻ വേണമെങ്കിൽ കാണിച്ചില്ലേ. ഈ യൂറോപ്പിലൊക്കെ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ ഈ ഒരു ഇസ്ലാം വിരുദ്ധത പ്രചരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് പ്രചരിക്കുന്നതല്ല, അത് പ്രചരിപ്പിക്കുന്നതാണ്. കാരണം അങ്ങനെ പ്രചരിപ്പിച്ചാലേ അവരുടെ മൊത്തമായിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എടുക്കാൻ പറ്റുള്ളൂ. ഇനി ബ്രിട്ടനിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത്, റിഫോം UK എന്ന് പറഞ്ഞ പാർട്ടി എന്ത് ചെയ്യുന്നത്, ഇത് തന്നെ ചെയ്യുന്നത്. അപ്പൊ അത്തരത്തിൽ അവരുടെ കൂടെ ആളെ കൂട്ടാൻ അവർക്കൊരു ശത്രുവിനെ കാണിച്ചേ പറ്റൂ. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇപ്പം ഖുറാനിലടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. താങ്കൾക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരാളായിരിക്കും. അപ്പം ഇങ്ങനെയുള്ളൊരു കുടിപ്പക അല്ലെങ്കിൽ വെറുപ്പ് ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കിടയിൽ ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി വലിയ രീതിയിൽ ഭയപ്പെടുന്നു. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇസ്ലാം ഇങ്ങനെ വളരുന്നു. അപ്പം തങ്ങളുടെ എക്സിസ്റ്റൻസ്, തങ്ങളുടെ അസ്തിത്വം എല്ലാവർക്കും ഉണ്ടല്ലോ, ആ അസ്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ഭയത്തിനൊന്നും ഒരു അടിസ്ഥാനമില്ല. ഈ ഭയം വളരെ കൃത്യമായ അജണ്ടകളോടുകൂടി നിർമ്മിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ആ നിർമ്മിക്കപ്പെടുന്ന കാര്യം തന്നെയാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്, അങ്ങനെ ഒരു ഭയം നിർമ്മിച്ചുകൊണ്ട് തന്നെയാണ് BJP അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പം യഥാർത്ഥത്തിൽ ഗൗതം ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, കേരളത്തിൽ ഇത്തരത്തിലുള്ള ഭയം വലിയ തോതിൽ നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അല്ല, അവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഭയം ഉണ്ടാകാനുള്ള കുറേയധികം കാരണങ്ങളുണ്ട്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കുറേയധികം ആളുകൾ പറയുന്നത്. കാഫിറുകളെ എങ്ങനെയാണ് ഇസ്ലാം കാണുന്നത്? അത് കൃത്യമായിട്ട് ആ പണ്ഡിതന്മാർ മുമ്പോട്ട് വന്നിട്ട് വിശദീകരിക്കേണ്ട കാര്യങ്ങളാണ്. ഭയം ഉണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ്. കാഫിറുകളെ കൊന്നുകളയും, അല്ലെങ്കിൽ കാഫിറുകളെ ഇല്ലാതാക്കി കളയും, അവിശ്വാസികളെ ഉൾപ്പെടുത്തില്ല എന്നൊക്കെ പറയുമ്പം ഇവർ വരുന്നൊരു സ്ഥലത്ത് ഇത്തരം ആളുകളെയൊക്കെ വാഷ് ചെയ്ത് കളയില്ലേ, അല്ലെങ്കിൽ ഇല്ലാതാക്കില്ലേ? ഈ ഭയമുണ്ട്. ഈ ഭയം വരുന്നതിന്റെ പിന്നിലുള്ള കാരണം പറയാൻ താങ്കൾ സമ്മതിക്കുമെന്ന് എനിക്ക് സംശയം. സമ്മതിക്കുമെങ്കിൽ മാത്രം ഞാൻ പറയാം, ഇല്ലെങ്കിൽ ഈ വിഷം താങ്കൾ വിറ്റിട്ട് പോയിക്കോളൂ, ഇതിൽ എനിക്ക് പങ്കില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതെങ്ങനെയാണ് ഭയം വരുന്നത് ഗൗതം? നിങ്ങൾ നാളെ ഇരുന്ന് ഋഗ്വേദവും അഥർവവേദവും അതുപോലെ സാമവേദവും ഇതെല്ലാം എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, ഭഗവത്ഗീത പഠിക്കുന്നു, മനുസ്മൃതി പഠിക്കുന്നു. എന്നിട്ട് നാളെ ഗൗതത്തിനോട് വന്നിട്ട്, ഗൗതം ഒന്നും നമ്മൾ ചിലപ്പോൾ പൂർണ്ണമായും പഠിച്ചിട്ടുണ്ടാവണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് ഗൗതത്തിനോട് വന്നിട്ട് ഒരാൾ പറയുന്നു, ഈ പറയുന്ന പോലെ നിങ്ങൾ ശൂദ്രനെയും മറ്റേ വൈശ്യരെയും എന്ത് ചെയ്യുന്നു, വൃത്തികെട്ടവന്മാരായി കാണുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഇല്ലോജിക്ക് ഇതിനകത്തുണ്ട്. അത്രേ ഉള്ളൂ. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ദൈവം, അദ്ദേഹമല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നാണ് പറഞ്ഞേക്കണം. ഈ കഴിഞ്ഞ തവണ കുഴപ്പമുണ്ടല്ലോ, പറഞ്ഞുതരാം. ഇപ്പൊ എന്താ കുഴപ്പമെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ
LDF അല്ലാതെ മറ്റാര് എന്ന് ചോദിച്ചത് കുഴപ്പമുണ്ടോ? അതേ ചോദ്യം തന്നെയാണത്. അപ്പൊ അതേ ചോദ്യം തന്നെയാണെന്നുള്ളത് അജിംസ് മീഡിയ വണ്ണിന്റെ ഔട്ട് ഓഫ് ഫോക്കസിൽ നിന്ന് പറയുകയും പിന്നെ അത് കട്ട് ചെയ്യാൻ മറന്നു പോവുകയും ലാസ്റ്റ് അങ്ങനെ തന്നെ വിടുകയും ഞാനത് പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്തു. അപ്പൊ യഥാർത്ഥത്തിൽ അജിംസ് ഈ പറയുന്ന LDF അല്ലാതെ മറ്റാര് എന്ന് ചോദിക്കുന്ന ഒരു ധാർഷ്ട്യം ഇതിനകത്തും ഉണ്ടെന്നാണ് അജിംസ് പറഞ്ഞത്. പിന്നെ അജിംസ് ആയതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല, കാരണം എന്ന് വെച്ചാൽ അവർ ഇതിന്റെ മൊത്തം കച്ചവടക്കാരായിട്ട് കുഴപ്പമില്ല. അതേസമയം രതീഷ് ചക്രവാണിയോ ഗൗതം കൃഷ്ണയാണെങ്കിൽ അത് പ്രശ്നമായേനെ. അപ്പം ഞാൻ പറയുന്നത് ഇത്തരത്തിലുള്ള ഭയം നേരത്തെ ഒന്നും ആളുകൾ മൈൻഡ് ചെയ്യാതെ വിട്ടുപോയിക്കൊണ്ടിരുന്ന നിരവധി കാര്യങ്ങൾ. ഇപ്പൊ ഗൗതം പോലും ഈ ഖുറാൻ വായിച്ചിട്ടാണോ ഈ കാര്യം അറിഞ്ഞിട്ടുള്ളത്? എന്നാ എങ്ങനെ അറിഞ്ഞു? ഈ ഖുറാൻ എങ്ങനെ ഉണ്ടായെന്ന് ഗൗതത്തിന് അറിയും? അത് ആരെങ്കിലും എഴുതി വെച്ചതാണോ? അല്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം. നമ്മൾ ചിന്തിക്കണമെന്നല്ല, അതായത് എത്ര പേര് ഈ ഒരു ഐഡിയോളജിയെ തലയിലെടുത്ത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഖുറാൻ എങ്ങനെ ഉണ്ടായതെന്നാണ് ചിന്തിക്കുക. എത്ര പേര് ഈ ഐഡിയോളജിയെ തലയിലെടുത്ത് നടക്കുന്നു എന്നുള്ളതല്ല നമ്മൾ ചിന്തിക്കുക, അത് ചിന്തിച്ചോളൂ. അതുപോലെ എത്ര പേര് ഈ ഐഡിയോളജിയെ തലയിൽ എടുക്കാത്തവരുണ്ട്, അവരുടെയും കൂടി മനസ്സിലേക്ക് നമ്മളിത് വിഷം കുത്തിക്കയറ്റരുത്. അതായത് നിങ്ങൾ ഖുറാനിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. എങ്കിൽ പിന്നെ നിങ്ങൾ ഈ പറയുന്ന പോലെ കാഫറുകളെ, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോ ഉണ്ടല്ലോ, അയാളൊക്കെ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അതല്ലേ? അയാള് ചെയ്യുന്നതിനെ നിങ്ങളും സപ്പോർട്ട് ചെയ്യാണ്. അയാള് നമ്മളതിന് പറഞ്ഞുതരാന്നേ, എതിർക്കല്ല ചെയ്തത്. അയാള് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ അയാള് പേ പിടിച്ചാൽ കുറച്ച് 5-10 പേര് ഇത് കേൾക്കുമായിരിക്കും, അല്ലാതെ അയാളൊന്നും റീച്ചുള്ള ഒരാളും അല്ല. അതേപോലെ റീച്ചില്ലാത്ത ഒരാളെ എന്ത് ചെയ്യുന്നു നമ്മൾ വലുതാക്കി, അതായത് തൊട്ടിപ്പുറത്തെ മതക്കാർ, നമുക്ക് അവരെ എന്ത് ചെയ്യണം? എതിർക്കാൻ വേണ്ടി നമ്മളാണ് ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പറ്റില്ല. താങ്കളുടെ മാത്രം ആദ്യം പോയിട്ട് ഇവിടെ ചർച്ച ഉണ്ടാകാൻ പറ്റില്ല. എങ്കിൽ ഞാൻ ഇറങ്ങിപ്പോയാൽ എനിക്ക് കുഴപ്പമില്ല. ഈ കേരളത്തില് 1957 മുതലെങ്കിലും ഏറ്റവും കുറഞ്ഞത് മുസ്ലിംസ് ഉണ്ടല്ലോ. ഞാൻ മണ്ടറാണെന്ന് വിചാരിക്കരുത്, അതിനു മുമ്പുണ്ട്, എന്നാൽ 57 മുതലുണ്ടല്ലോ. എപ്പോഴാണ് ഗൗതത്തിന് ഈ ഖുറാനിലെ ഈ പ്രശ്നങ്ങളെ കുറിച്ചും ഈ ബാങ്ക് വിളിയിലെ പ്രശ്നങ്ങളെ കുറിച്ചും അത് കാഫറുകളുടെ പ്രശ്നങ്ങളെ കുറിച്ചുള്ള ചർച്ച വന്നു തുടങ്ങിയിട്ട് എത്ര കാലമായി ഒന്ന് പറഞ്ഞു? ഈ കൈവെട്ടിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഏതായിട്ട് രൂപപ്പെട്ടത്. കൈവെട്ടിയതിന് ശേഷവുമല്ല ഗൗതം, അതിനു മുമ്പുണ്ട്. പക്ഷെ 2010 കൈവെട്ടുണ്ടാവുന്നത്, അതിനു മുമ്പുണ്ട്. ഇത് എങ്ങനെ കൈവെട്ടിന് ശേഷം പറയട്ടെ അതെ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് നമ്മളൊന്ന് പഠിക്കണം. എങ്ങനെ രൂപപ്പെട്ടു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊന്നും വിഷയമല്ലാതെ ഉമ്മ പൊതിച്ചുകൊണ്ടുവരുന്ന പൊതിച്ചോറും ഈ പറഞ്ഞ പോലെ ബിരിയാണിയും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ ഇടക്കോട്ട് വിഷം വെറുതെ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതെല്ലാം കഴിഞ്ഞ് ഖുറാനിൽ കാര്യമൊക്കെ പറഞ്ഞു പോയിട്ട് ഏറ്റവും ഒടുവിൽ ഇത്തരക്കാരുമായിട്ട് നമുക്ക് സൗഹൃദം പോലും ഉണ്ടാകരുത്. കാരണം അവർ പ്രണയിക്കാൻ വന്നാൽ അത് ലവ് ജിഹാദായിരിക്കും. അവർ ശരിക്കും പറഞ്ഞാൽ തുപ്പിയിട്ടായിരിക്കും നമുക്ക് ബിരിയാണി തരുന്നത്. ഇതുപോലെയുള്ള ഈ പറയുന്ന പ്രചണ്ഡമായിട്ടുള്ള പ്രചരണങ്ങൾക്ക് പിന്നിൽ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ വിഷം വമിപ്പിക്കുന്ന ഫാക്ടറികൾ ഇവിടെ ഇരുന്ന് ഭരണം പിടിക്കാനുള്ള തന്ത്രങ്ങൾ ചെയ്യുന്നതിന്റെ കുതന്ത്രമാണ്. ശരി, അത് ചെയ്യുന്നുണ്ടാകാം. അങ്ങനെ ചെയ്യുന്ന അത് അവരുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ടാവും. പക്ഷെ എനിക്കൊരു ക്ലാരിറ്റി വേണ്ടത്, സാറ് പറഞ്ഞു വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊന്നും നമ്മൾ ചർച്ചയ്ക്ക് എടുക്കരുത്, ഇതിനെ എതിർക്കാൻ പാടില്ല, ഇത് ചർച്ച ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഗുണമായി തീരുന്നത് അവർക്ക് തന്നെയാണെന്നാണോ? ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുക്കാം, ഒരു മിനിറ്റ് ചർച്ചയ്ക്ക് എടുക്കാം. പക്ഷെ ഇത് ഇപ്പൊ ഗൗതം അവതരിപ്പിച്ച പോലെ അവതരിപ്പിക്കരുത്. ഗൗതം പറഞ്ഞത് അതിന് എത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഗൗതം നോക്കുന്നത്. സത്യത്തില് ഞാൻ ഗൗതത്തോട് തിരിച്ചു പറയട്ടെ, എല്ലാ മതങ്ങളിലും അപ്പൊ അർമേനിയ അടക്കം നിരവധി രാജ്യങ്ങളിൽ ക്രിസ്ത്യൻസ് ആളുകളെ കൊന്നൊടുക്കിയിട്ടുണ്ട്, മുസ്ലിംസ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തിട്ടുണ്ട്, ഹിറ്റ്ലർ ചെയ്തിട്ടുണ്ട്, ആര്യരക്തം ശുദ്ധരക്തമാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ബ്രാഹ്മണ രക്തമാണ് ഏറ്റവും ശുദ്ധൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പോലും നമ്മുടെ ഒരു MP ഇരുന്നിട്ട് പറയുന്നുണ്ട് അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിക്കണം എങ്കിലും എനിക്ക് ഭഗവാനെ പൂജിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഭഗവാനെ പൂജിക്കാൻ മനുഷ്യനായിട്ട് ജനിച്ചാൽ മതി എന്ന് അയാളോട് പറഞ്ഞു കൊടുക്കാൻ പോലും നമ്മുടെ നാട്ടിൽ ആരുമില്ല. അപ്പൊ അതെല്ലാം നമ്മുടെ നാട്ടിലുള്ളപ്പോ ഈ പറയുന്ന ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള പ്രാധാന്യം ചിലർക്ക് നൽകുകയും ചില വാർത്തകൾക്ക് മാത്രം നൽകുകയും ചെയ്തുകൊണ്ട് അത് ഉത്തേജിപ്പിക്കുന്നതിന് പിന്നെ തന്ത്രം എന്താണ് എന്നതെല്ലാം മനസ്സിലായിട്ടില്ല. തന്ത്രം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ വിഷം അത് വിറ്റുകൊണ്ട് ബാക്കിയുള്ള ആളുകളെ യോജിപ്പിക്കാനുള്ള പറയുന്ന സംഭവം എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു സാധനം മാത്രം ഉയർന്നു നിൽക്കുന്നതാണ് ബാലൻസ് ചെയ്യണമെന്നല്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ സവർക്കർ, ഗുരുജി ഗോൾവാർക്കർ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്, എന്താണ് അല്ല അയാളുടെ പേരതാണ്. പിന്നെ എന്താണ് പറയേണ്ടത്? അയാളുടെ പേരതല്ല, പിന്നെന്താ? ഗുരുജി അച്ഛനമ്മയുടെ പേരാണ്. പുള്ളിയെ വിളിക്കുന്നത് എന്താണ്? പറഞ്ഞു അപ്പൊ ഗുരുജി ഗോൾവാൾക്കർ. അതോടൊപ്പം തന്നെ എന്താണ് കുറെ അധികം ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അതായത് ഇന്റേണൽ ശത്രുക്കൾ ഇവരാണെന്ന്. ഇവരെ യഥാർത്ഥത്തിൽ പൊതുമധ്യത അന്നത്തെ കാലത്ത് ഇവരെ അധികം ആളുകൾക്കൊന്നും അറിയില്ല.
ഇതിങ്ങനെ പറഞ്ഞ് RSSന് വലിയ പ്രാമുഖ്യം ഉണ്ടാക്കി കൊടുത്തതുപോലെ നിങ്ങൾ ചെയ്യരുത് എന്നാണ് സാർ പറയുന്നത്. തീർച്ചയായിട്ടും ഒറ്റ കാര്യമുള്ളൂ, വളരെ കറക്റ്റാണ്. അത് പറഞ്ഞ് പ്രാമുഖ്യം ഉണ്ടാക്കി കൊടുത്ത പോലെയല്ല, അതിനെ എതിർക്കേണ്ടത് കൃത്യമായി അതിനെ ഇപ്പൊ പോലും ഒരു കാര്യമുണ്ട്. ഈ കേരളത്തിൽ എത്ര പേരാണ് ഗുരുജി ഗോൾവാൾക്കർ കമ്മ്യൂണിസ്റ്റുകാരെയും അതുപോലെ ക്രിസ്ത്യൻസിനെയും അതുപോലെ മുസ്ലിംസിനെയും എതിർക്കണം, കൊന്നൊടുക്കണം എന്ന് പറഞ്ഞതിനെ എതിർക്കുന്ന എത്ര പേരുണ്ട്. പക്ഷെ അവര് പോലും അതങ്ങോട്ട് തട്ടി മാറ്റി വെച്ചിട്ട് മറ്റേ സ്ട്രൈക്കർ അടിച്ച് തട്ടി മാറ്റി വെക്കണമല്ല, റെഡൊക്കെ ഫിനിഷ് ചെയ്യണമല്ല, അത് ഫിനിഷ് ചെയ്തിട്ട് ഇപ്പുറത്ത് എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരാൾ ഇപ്പൊ ഗുരുജി ഗോൾവാൾക്കറെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടണം. കാരണം ഒന്നുകൊണ്ടാ, സംഘപരിവാറിന്റെ RSSന്റെ ഈ പറഞ്ഞ പോലെ അധികാരനായിട്ടുള്ള നേതാവ്, അയാളെ റോൾ മോഡലായി കാണുന്ന ആളുകളുടെ നമ്പർ ഹിന്ദുക്കളുടെ ഇടക്ക് വലിയ തോതിൽ വർദ്ധിച്ചു വരുന്നു. അയാളാണ് ഈ പറയുന്ന കാര്യം എഴുതി വെച്ചേക്കുന്നത്. അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്ത് ചെയ്യുന്നു, ഏതോ നമുക്ക് പേര് പോലും അറിയാത്ത, ഇപ്പൊ ഗൗതം കാണിച്ച പോലെയുള്ള വീഡിയോകൾ എടുത്തുകൊണ്ട് കണ്ട ഇത് നമുക്ക് ഭീഷണിയാണെന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുന്നതിന് വലിയ ഉദ്ദേശം, ആ ചർച്ച ചെയ്യുന്നതിന് വലിയ ഉദ്ദേശം ഒരൊറ്റ കാര്യമുള്ളൂ, രാഷ്ട്രീയമായ നേട്ടം കൊയ്യാൻ ഇവിടെയുള്ള ജനങ്ങളെ വിറളി പിടിപ്പിക്കുന്നതിന് തുല്യമായിട്ടുള്ള പദ്ധതിയാണ്. ഇനി ഒരു കാര്യം കൂടി, ഇത് ലോകം മുഴുവൻ നടക്കുന്ന പദ്ധതിയാണ്. ഉദാഹരണത്തിന് UK റിഫോം പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്. അവിടെ ഇപ്പൊ ഏത് വിഷയം, ഒരു ക്രിമിനൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നേരെ ഒരു ബ്രിട്ടീഷുകാരനെ കുത്തിക്കൊല്ലോ, അത് അവർക്ക് പ്രശ്നമില്ല, കാരണം അവർക്ക് വലിയ സങ്കടമൊന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഒരു പാകിസ്ഥാനിയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇന്ത്യക്കാരനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ ഒരു ഇല്ലീഗൽ മൈഗ്രന്റോ അവിടെ രണ്ടുപേരും തമ്മിൽ തർക്കം ഉണ്ടായി, ഒരടി ഒരുത്തൻ കൊടുത്തു, ഒരുത്തൻ കുത്തിക്കൊന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം അത് ഭയങ്കര പ്രശ്നമാണ്. അതായത് നിങ്ങൾ അറിയണമെന്ന് അവരാഗ്രഹിക്കുന്ന സെലക്റ്റീവ് ആയിട്ടുള്ള ന്യൂസുകൾ മാത്രം നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഭയവും വിഷവും വിതച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ലോകം മുഴുവൻ. അതിന്റെ ഭാഗമാണ് ഡെൻമാർക്ക്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്റർനാഷണലിസത്തിനെ കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് നമ്മൾ ഇന്ത്യയിലെ കാര്യം മാത്രം സംസാരിച്ചാൽ പോലെ ലോകത്ത് നടക്കുന്ന മനുഷ്യന്റെ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും, ലോകത്ത് നടക്കുന്ന സാമ്രാജ്യത്വ കാഴ്ചപ്പാടുകൾക്കെതിരെ, വേൾഡ് വ്യൂസിനെതിരെ സംസാരിക്കണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രം നിന്ന് സംസാരിച്ച് ചുരുങ്ങിപ്പോകരുത് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു വേൾഡ് വ്യൂ, ഏത് വ്യൂ, സാമ്രാജ്യത്വ ഇമ്പീരിയലിസ്റ്റിക് വേൾഡ് വ്യൂവിനെതിരെ ചർച്ച ചെയ്യാമെന്ന് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ യഥാർത്ഥത്തിൽ വിചാരിച്ചത്. അതുകൊണ്ടല്ല അങ്ങനെ നിങ്ങൾ ലോകരാജ്യങ്ങളിലെ പ്രശ്നങ്ങൾ എടുക്കുമ്പോൾ പട്ടിണി വന്ന് മരിച്ച, ദുരിതം ബാധിച്ച് മരിക്കുന്ന 1,30,000-ഓളം അമേരിക്കയിലെ കുട്ടികളെ കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? നിങ്ങൾക്ക് അത് താല്പര്യമില്ല, കാരണം അത് കാണാനൂടെ ആളുകൾ ഉണ്ടാവില്ല. പകരം മതപരമായ വിഭജനം, മനസ്സിലായി, അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാവും. അതാണ് ലോകം മുഴുവൻ ഇപ്പൊ താല്പര്യമുള്ളത്. അതിന്റെ പിന്നിലുള്ള കാര്യം, റൈറ്റ് വിങ് ഐഡിയോളജികൾക്ക് പ്രാമുഖ്യം കിട്ടുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ്. അല്ലാതെ അതിനകത്ത് മതമില്ലെങ്കിൽ നമുക്കൊരു വേദനയും ഇല്ല, ഒരു തേങ്ങാക്കൊലയും ഇല്ല. അതാണ് കാര്യം. സിമ്പിളാണ് ലോജിക്ക്. ഇപ്പം സാറ് പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ പോലും അല്ല, അങ്ങനെയാണെങ്കിൽ എന്താണ് സുഡാനിൽ നടക്കുന്ന പട്ടിണി മരണങ്ങളെ കുറിച്ചും അതോടൊപ്പം തന്നെ അവിടെ നടക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPM എന്തുകൊണ്ടൊരു നിലപാടെടുക്കാത്തത്? CPM-ന് നിലപാടുണ്ട്, അത് നിങ്ങൾ അറിയില്ല. പൊതുവെ നമ്മളൊന്നും കണ്ടിട്ടില്ല. എന്റെ പോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റേ സുഡാനിൽ പോയിട്ട് എന്താണ് മറ്റേ MA ബേബി നിരാഹാരം കിടക്കാൻ പറ്റും. ഞാൻ സാറിപ്പം ചോദിച്ചൊരു കാര്യമുണ്ട്. സാറ് പറഞ്ഞൊരു കാര്യം ഒന്ന് ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. സാറ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ എന്തുകൊണ്ട് ഈ വിഷയം എടുക്കുന്നു, അത് മതപരമായിട്ടുള്ള വിഷയമാണ്, അതിന് കൂടുതൽ ആളുകൾ കാണും, ഇതുകൊണ്ടാണ് നിങ്ങൾ ഈ വിഷയം എടുക്കാത്തത്. മനുഷ്യന് കുറേ സ്ഥലത്ത് പട്ടിണി മരണങ്ങൾ നടക്കുന്നുണ്ട്, അങ്ങനെ അമേരിക്കയിൽ ഇത് നടക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. പാലസ്തീൻ വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള നിലപാടും പ്രകടനങ്ങളും നിരന്തരമായിട്ട് CPM പറയുന്നുണ്ട്. ഈ സുഡാനിൽ നടക്കുന്ന അല്ലെങ്കിൽ മറ്റ് ലോക സ്ഥലങ്ങളിൽ നടക്കുന്ന പട്ടിണികളെ കുറിച്ച് അവരെന്താ സംസാരിക്കാത്തത്? അവരുടെ താല്പര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം, ആദ്യത്തേത് CPM എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ളതൊന്നും ന്യായീകരിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല, കാരണം എൻ്റെ കാര്യമല്ല അത്. അതിനു മുമ്പ് തന്നെ ഗൗതം അതിനെക്കുറിച്ച് വലിയൊരു അബദ്ധം പറഞ്ഞു, ഞാൻ പിന്നെ അത് വിട്ടതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾ പറയുന്നത് വേൾഡ് വ്യൂവിൽ സംസാരിക്കണമെന്നാണ്. അങ്ങനെയല്ല, കമ്മ്യൂണിസ്റ്റുകൾ അത് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് ഗൗതം മനസ്സിലാക്കണം. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്ലാസ് വാറിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എവിടെയും പ്രോലിറ്റേറിയൻസും അതുപോലെ ഭൂഷകളും തമ്മിലുള്ള പ്രശ്നമാണ് ഈ ലോകം മുഴുവൻ നിലനിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് അവർക്ക് കുറെ കൂടി വലിയൊരു ലോകവീക്ഷണം ഉണ്ടാകുന്നത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ സംബന്ധിച്ച് നാളെ താങ്കളെ ഇപ്പൊ MA ബേബിനെ വിളിച്ചുകൂടെ ഇന്റർവ്യൂ എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന വിഷയങ്ങളെ കുറിച്ചെല്ലാം ആരെങ്കിലും ചോദിച്ചാൽ അദ്ദേഹം കൃത്യമായ നിലപാടുകൾ എടുക്കും. ഒന്ന്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ താങ്കൾ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മതപരമായിട്ടുള്ള വിവേചനങ്ങളും അതുപോലെ സംബന്ധിച്ച കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പൊ ഇന്ത്യയിൽ പോലും വരുന്ന വാർത്തകൾ കേട്ടോ, നാസിക്കിൽ എന്ത് ചെയ്യുന്നു, ഒരാള് മതം മാറ്റാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ, അയാൾ എന്ത് ചെയ്തു,
ഒരു എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു, മതം മാറ്റാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, അതിന് 2 കൈയും പിടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, എന്തോ തലയിൽ കൂത്തുന്നു. വലിയ വികാരം നമുക്ക് എല്ലാവർക്കും ഉണ്ടായി. യഥാർത്ഥത്തിൽ ഈ നാട്ടിലെ എത്രയോ സ്ത്രീകൾ ഇതിനേക്കാൾ ക്രൂരമായിട്ടുള്ള രീതിയിൽ ഭർത്താക്കന്മാരെ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. നമുക്ക് വലിയ വികാരമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ വികാരങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ലെവലിൽ ഈ വാർത്തകൾ കൂടി സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്നും അതിന് കൃത്യമായിട്ടൊരു വ്യൂവർഷിപ്പ് ഇവിടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടാക്കി നമ്മളെ വീണ്ടും അതേ കെടിയിലേക്ക് കൊണ്ടുപോകാണെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഒരു സംശയമാണ്. ഇപ്പൊ പാലസ്തീൻ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് അതിനൊരു വ്യൂവർഷിപ്പ് ഉണ്ട്, അതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു നിലപാടെടുക്കുമ്പോൾ അതിൻ്റെതായ കിട്ടുന്ന ഗുണമുണ്ട്. അതുകൂടി കൊണ്ടല്ലേ അതെടുക്കുന്നത്. രണ്ടാമതൊരു വാചകം കൂടിയുണ്ട്. ആ ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടെടുക്കുകയും വ്യൂവർഷിപ്പ് ഉണ്ടാകുകയും ചെയ്തത് പോലും വെറുതെ അല്ല, അത് ഉണ്ടാക്കിയതാണ്. അല്ലാതെ ഇവിടെ നിന്നുള്ള ആളുകൾക്ക് അങ്ങനെ ഒരു വലിയ ബൗദ്ധികമായ നിലവാരത്തിൽ ഫലസ്തീനിൽ ഇപ്പോഴും വിഷയം എന്താണെന്നൊന്നും മഹാഭൂരിപക്ഷം പേർക്കും അറിയില്ല. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നേരത്തെ പറഞ്ഞ പോലെ അവരോടൊരു അനുഭവം വരുന്നു. ഈ അനുഭവം വരുന്നത് എന്താ, നമ്മുടെ ആൾക്കാരാണെന്ന് പറയുന്ന തോന്നൽ ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇതുമായി ബന്ധപ്പെട്ട തോന്നൽ പണ്ട് തുർക്കിയിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ആദ്യമായിട്ട് മാപ്പിള ലഹളയും അതുപോലെ തന്നെ ഈ പറയുന്ന കേരളത്തിലുണ്ടായിട്ടുള്ള മറ്റേ പുള്ളിയുടെ അലി മുസ്ലിയാരുടെ കലാപമൊക്കെ ഉണ്ടാകുമ്പോഴും അത് തുർക്കിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ മതം എപ്പോഴും അത്തരത്തിലുള്ളൊരു ഒരു റെസണൻസിലേക്ക്, ഒരു യോജിപ്പിലേക്ക്, ഒരു പൊരുത്തത്തിലേക്കൊക്കെ ആളുകളെ തോന്നിപ്പിച്ചിട്ടുണ്ട്. ഈ തോന്നിപ്പിക്കലിന്റെ പിന്നിലും വളരെ കൃത്യമായിട്ടുള്ള പ്രചരണ പദ്ധതികളുണ്ട്. അത്ര ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനിടയിൽ ഇതിനിടയിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനോട് സംസാരിച്ചപ്പോഴേ, നിങ്ങൾ ഈ പല മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കുറേ സ്ഥലത്ത് നടക്കുന്നുണ്ട്, സുഡാനിൽ നടക്കുന്നുണ്ട്. താങ്കൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായി, അതിനെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വേദി കിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്, എല്ലാത്തിലും നിഷ്പക്ഷമായി കഴിഞ്ഞാൽ. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല സുഡാൻ വിഷയങ്ങൾ. അപ്പോൾ പലസ്തീനെ നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നു. അതിന് പറഞ്ഞ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇതിൽ അമേരിക്ക ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. എന്തുകൊണ്ട് പലസ്തീൻ വിഷയത്തിൽ ഇടപെടുന്നു? അമേരിക്കയോട് വലിയ വൈരാഗ്യം പൊളിറ്റിക്കലി CPM-നുണ്ട്, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. സുഡാനിൽ ആ പ്രശ്നം വരുന്നില്ല. അവിടെ മനുഷ്യന്മാർ പട്ടിണി കിടക്കുന്നുണ്ട്, കൊല ചെയ്യപ്പെടുന്നുണ്ട്, അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അന്നേരം ഒന്നും ഇത് പ്രശ്നമാവാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ വലിയ രീതിയിലുള്ളൊരു ഇടപാടില്ല. അത് മാത്രമല്ല, ഇത് ആഭ്യന്തരപരമായിട്ടുള്ളൊരു വിഷയമാണ് അവിടെ നടക്കുന്നത്. അതാണ് അതിൻ്റെ കാര്യം. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞാനിപ്പോൾ ഗൗതം അതിലേക്ക് പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. ഗൗതം, ഫലസ്തീൻ വിഷയം എന്ന് പറയുന്നത് വലിയ വേരുകളുള്ള ഒരു ഗ്ലോബൽ പ്രശ്നമാണ്. അതെന്താണെന്നൊക്കെ പഠിച്ചാലേ മനസ്സിലാവുള്ളൂ. ഈ ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം എങ്ങനെ ഉണ്ടായി? അത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ അവരെ ചതിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ സ്ഥലം തന്നേക്കാമെന്ന് അവരോടും ഈ സ്ഥലം നിങ്ങൾ എടുത്തോളൂ എന്ന് മറ്റുള്ളവരോടും പറഞ്ഞുകൊണ്ടുള്ള ഒരു ചതിയുടെ ഭാഗമായി തുടങ്ങുന്ന വലിയ ഒരു ഇന്റർനാഷണൽ പ്രശ്നമാണത്. അത് സെക്കൻഡ് വേൾഡ് വാറുകൾ മുതൽ ലോകത്തെ യുദ്ധങ്ങൾ മുതലൊക്കെ തന്നെ അതിന് വലിയ പാരമ്പര്യമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതേസമയം മണിപ്പൂരിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ലോകം ഇങ്ങനെ ചർച്ച ചെയ്യില്ല. കാരണം എന്താ, അത് ഇന്ത്യയുടെ ഒരു ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. അതുപോലെ തന്നെയുള്ള ചില പരിമിതികൾ സുഡാനുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ ചർച്ച ചെയ്യാത്തത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, പിന്നെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അത് പറയാത്തതിന് പിന്നിൽ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകളും അത് സ്വാഭാവികമായിട്ട് അവർക്ക് ഈ വാർത്തകളല്ല, പകരം അവരുടെ വ്യൂവർഷിപ്പ് പിടിച്ചു നിർത്താനായിട്ട് മറ്റു പല വാർത്തകളും ഉണ്ടെന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇറാനിലെ പ്രശ്നം ഒരു ചർച്ച ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ സുഡാനിലെ മാത്രമല്ല, ഇറാനിൽ. അപ്പൊ നമ്മൾ അവിടെ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഇതാണ്, മനുഷ്യാവകാശ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റി നേരിടുന്ന ദുരിതങ്ങളെ കുറിച്ചൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള വിഷയം. അവിടെ ഒരു പൊളിറ്റിക്കൽ നെറേറ്റീവിന്റെ എലിമെന്റ് കൂടി ഉണ്ടാകണം ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ. അത് കറക്റ്റ്. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു നെറേറ്റീവും അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങളും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ മാധ്യമങ്ങളടക്കം അത് ചർച്ച ചെയ്യൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഏറ്റവും ചെറിയൊരു കാര്യം കൂടി ഞാൻ കൗതുകമുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിലൊരു കുട്ടി ആ കുട്ടി ഒരു പ്രവർത്തിക്കാത്ത വെന്റിലേറ്ററിൽ കിടന്ന് കൊല്ലപ്പെട്ടല്ലോ. എന്താണ് ആരും ചർച്ച ചെയ്യാത്തത്? കേരളത്തിൽ വലിയ പ്രശ്നമായില്ലല്ലോ. ആ കുട്ടിയുടെ പേര് നമുക്കറിയില്ലല്ലോ. നമുക്ക് വലിയ വൈകാരികമായിട്ടുള്ള അടുപ്പം ഉണ്ടായില്ലല്ലോ. എന്താണ് കാര്യമെന്നൊന്നും ആലോചിച്ചു. സ്വർണം കട്ടത് ആരപ്പ എന്ന് വലിയ രീതിയിൽ ഇവിടെ ഇരുന്നിട്ട് കുറെ അധികം സംഘികളൊക്കെ പാടുകയും ഉദ്ഘോഷിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായി. സഖാക്കളാണ് അയ്യപ്പ എന്നുള്ളത്. രാമന്റെ സ്വർണം കട്ടത് സംഘികളാണ് എന്ന പാട്ടുണ്ടാവുന്നില്ല, അത് ഏറ്റെടുക്കുന്നില്ല. താങ്കൾ പറഞ്ഞത് ശരിയാണ്, കറക്റ്റാണ്. ഇനി ഒരു കാര്യം കൂടി പറയാം. രാമന്റെ സ്വർണം കെട്ടതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞാൽ ഇത് പൂർണ്ണമാവും. രാമന്റെ സ്വർണം കെക്കാനായിട്ട് കേവലം 2024 ജനുവരിയിൽ തുടങ്ങിയിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്ന് കേവലം 2026 ജനുവരി എത്തുന്നതിന് മുമ്പ് 2 കൊല്ലങ്ങൾ കൊണ്ട് ജസ്റ്റ് ഒരു 200 കോടി രൂപയുടെ സ്വർണം അടിച്ചു മാറ്റി. അതാര്? വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ദേശീയ വൈസ് പ്രസിഡന്റ്. നമ്മളെ വിഷയം അതല്ല. നമ്മൾ ഈ അവസാനം നിർത്തുമ്പോൾ ഈ വാങ്കിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്.
എന്തിനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഈ ഒച്ചപ്പാട്? അവരവർ കേട്ടാൽ പോരാ, അവരുടെ വീട്ടിൽ വാങ്ങി വിളിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. അതല്ലേ കുറച്ചും കൂടി ഒരു മതേതരത്വമുള്ള കുറച്ചും കൂടി ഒരു സെക്യുലർ രാജ്യത്തിന് ആവശ്യം. ഞാൻ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അമ്പലത്തിലെ പാട്ടുകളും പള്ളിയിലെല്ലാം എന്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത് ഒരു ആരാധന അത് അതിനകത്ത് മാത്രമായി ഒതുക്കി നിർത്തുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ രാത്രി 8 മണിക്കൊക്കെ അമ്പലത്തിലെ പാട്ട് നിങ്ങൾ കേൾക്കാറുണ്ടോ? ഞാൻ കേൾക്കാറില്ല. ഞാൻ വെളുപ്പിന് കേൾക്കാറ്. എന്റെ അമ്പലത്തിൽ നിന്ന് വളരെ മനോഹരമായിട്ടുള്ള പാട്ട് 5 നേരം കേൾക്കാറുണ്ട്. എനിക്കത് കേൾക്കുന്നത് വളരെ നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതമൊക്കെ നല്ല. ഇവിടെ അപ്പൊ അതെന്താ വെച്ചാൽ അവിടെ ഒരു ഡോമിനേഷൻ ഉണ്ട് 5 നേരം എന്ന് പറയുന്നത്. അല്ല, അതൊക്കെ ശരി തന്നെ. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഗൗതം, ഇതൊന്നും ഈ നാട്ടിലെ ഒരു സാധാരണ പൗരനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. അവനിത് 5 നേരം കേട്ടിട്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ 5 നേരമൊക്കെ കേൾക്കേണ്ടത് എനിക്കൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഞാനൊക്കെ താമസിക്കുന്നത് ഇതുപോലെ സ്ഥലങ്ങളുടെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഞാനൊന്നും 5 നേരം കേട്ടിട്ടില്ല. അതുപോലെ ഇതൊന്നും കേൾക്കുന്നത് പോലും ആളുകൾ ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷെ ഇതെല്ലാം പ്രശ്നമാവുകയും ഈ ബാങ്കുവിളിയിലെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന്റെ പിന്നിൽ ഒരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. ആ അജണ്ട അറിയാതെ പെട്ടുപോകുന്നവരുണ്ട്, അറിഞ്ഞുകൊണ്ട് പെട്ടുപോകുന്നവരുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ ഒറ്റ കാര്യമേ ഉള്ളൂ, അധികാരം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രം. അല്ലാതെ ഇതിൽ മനുഷ്യത്വപരമായി ഏതെങ്കിലും ഒരു മതത്തിനെതിരെയുള്ള ഒരു കാര്യം. സാറ് ഈ വിഷയം എടുക്കുമ്പോൾ നമ്മളൊരു മീറ്റർ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായി. അതുപോലെ തന്നെ ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഒരു മീറ്റർ വേണ്ടേ? ഇപ്പം സ്വാഭാവികമായിട്ടും കുറേ പേര് സംഘികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കും 5 നേരം അമ്പലത്തിൽ നിന്ന് പാട്ട് വെച്ചൂടെ? അപ്പൊ അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അവര് പാട്ട് വെക്കുന്ന പോലെ ഞങ്ങൾക്ക് പാട്ട് വെക്കണം, വെച്ചോളാൻ പറ. ബാലൻസ് ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഇപ്പൊ 5 നേരം ഏതെങ്കിലും അമ്പലത്തിൽ പാട്ട് വെച്ചാൽ നമ്മളാരെങ്കിലും പോയി എതിർക്കുന്നുണ്ട്? വെച്ചോ, ധൈര്യമായിട്ട് വെച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൽ കണ്ടിന്യൂസ്ലി പാട്ട് വെക്കൂന്നാണ് ഞാൻ പറഞ്ഞത്. 5 നേരം അല്ല, വേണമെങ്കിൽ 10 നേരം വെക്കൂ. ഇതിന്റെയൊക്കെ പിന്നിലുള്ള കാര്യം ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വന്തം മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ബുദ്ധിമുട്ടി അന്നം തേടാൻ കഷ്ടപ്പെടുന്നവൻ ഈ പ്രശ്നമൊന്നും നേരത്തെ ഉണ്ടായിരുന്നില്ല. കുറച്ച് ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിന്നിട്ട് നമുക്ക് എല്ലിൻ്റെ ഇടയിൽ കുത്തിയിട്ടും കൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ. ഇവിടെ അതല്ല സാറേ, ഈ പബ്ലിക് സ്പേസിന്റെ ഭാഗമാക്കണോ മതം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ചർച്ച എന്നാണ് ഗൗതം തുടങ്ങിയത്? ഈ ചർച്ച എന്നാണ് തുടങ്ങിയത്? അല്ല, ഞാൻ ചോദിച്ചത് ചർച്ച എന്നോ തുടങ്ങട്ടെ. ഗൗതത്തിന് അറിയാത്തൊരു കാര്യം, ഗൗതം ഈ പറയുന്നത് കേട്ടാ തോന്നുന്നു ഈ കേരളത്തിലെ ഇന്ത്യയിലെയും ഏറ്റവും വലിയ പ്രശ്നം ഇതാണെന്ന്. എന്റെ ഗൗതം ഇതൊന്നും ഒരു പ്രശ്നമല്ല. സത്യത്തില് ഇത് പ്രശ്നമായി നിങ്ങൾ വെറുതെ അവതരിപ്പിക്കണേണ്. അപ്പൊ സാറ് പറയുന്നത് ഈ നാട്ടില് പറയാതിരിക്കാൻ പറ്റില്ല. ഈ നാട്ടില് ഈ പറയുന്ന പോലെ 10ഓളം വരുന്ന നീറ്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷ എഴുതി അതിന്റെ കാഠിന്യം സഹിക്കാൻ വയ്യാതെ 10ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തു. ഈ പറയുന്ന നിങ്ങൾ അറിയേണ്ടത് ഈ അട്ടപ്പാടിയിലും ആദിവാസി ഗോത്രവർഗ മേഖലയിലും എന്ത് ചെയ്യുന്നില്ല, 4ാം ക്ലാസ് കഴിഞ്ഞൊരു കൊച്ചു പഠിക്കാൻ പോകുന്നില്ല. ഇവിടെ പാൻ എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി. എന്താണ് ആ സിനിമ എന്നറിയാമോ ഗോത്രത്തിന്? അതായത് മെൻസസ് ആകുന്ന, പീരീഡ്സ് ആകുന്ന പെൺകുട്ടികൾ പിന്നെ പഠനം നിർത്തി ലക്ഷക്കണക്കിന് കുട്ടികൾ ഈ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ ഇരിക്കുകയാണ്. ഇതൊന്നുമല്ല നമുക്ക് പ്രശ്നം. അവൻ വെക്കുന്ന 5 നേരത്തെ പാട്ട്, അപ്പൊ നമുക്ക് 5 നേരം പാട്ട് വെക്കണമെന്നുള്ള സൂക്കേട്. കോക്രോച്ച് ജനതാ പാർട്ടിയെ നമ്മൾ തമ്മിൽ ഇരുന്നിട്ട് അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യഥാർത്ഥത്തില് അല്ല നമ്മുടെ കാര്യമല്ല, അല്ല ഞാൻ താങ്കളെ കുറിച്ചല്ല പറഞ്ഞത്. താങ്കൾ അതിന് വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞത് ഇതൊക്കെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു പിടിക്കാനുള്ള മയക്കുമരുന്നുകൾ കൂടിയാണ് ഈ പ്രശ്നം. ഞാൻ എന്റെ ചോദ്യം വളരെ സിമ്പിളാണ്, പബ്ലിക് സ്പേസിന്റെ ഭാഗമാക്കണോ മതം എന്നുള്ളതാണ്. വേണ്ട, എല്ലാ മതവും ആക്കണ്ടെന്ന് വെച്ചാൽ ഗവൺമെന്റ് നാളെ BJP തീരുമാനിക്കട്ടെ, നമുക്ക് ഒരു വിരോധമില്ല.